ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കുമായിരുന്നു. അന്നേരത്തിന് നമ്മുടെ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ഡീസൽ വാങ്ങിക്കണം, പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പയ്യനും കൂടെ കൂടി ഡീസൽ വാങ്ങിക്കാനെല്ലാം പോയി. ഇതാണ് ഞങ്ങൾ ഡീസൽ വാങ്ങിക്കുന്ന ബങ്ക്. ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് കണ്ടോ ഡീസൽ വയ്ക്കുന്ന ചെറുക്കൻ്റെ പരിചയമുണ്ട്, അതുകൊണ്ട് അവനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവിടെ കയറി കിടക്കുന്ന നിൽക്കും. ഞങ്ങൾ പോകുമ്പോഴും കേട്ടിട്ടുണ്ടാകും, വരുമ്പോഴും കേട്ടിട്ടുണ്ട്. റെയിൽവേ ഗേറ്റെല്ലാം പാസ് ചെയ്തതാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഡീസൽ ഒഴിക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം, നീ തന്നെ ഒഴിക്കണ്ടെന്ന് പയ്യനോട് പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഒറ്റയ്ക്ക് ഒഴിക്കണ്ടേ, അത് മടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് അവന് വലിയ സഹായമായി. അങ്ങനെ 2 ക്യാൻ ഞാൻ പറഞ്ഞു, നീ തന്നെ പൊക്കിക്കൊണ്ട് വെക്കുമോ, വെയിറ്റുള്ള ക്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവൻ വണ്ടി താത്തി വെച്ചു, ബക്കറ്റ് അവിടെ വെച്ചു. അപ്പം ഞാൻ ഡീസലിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടോ. അപ്പം നിങ്ങൾ JCB ഇറ്റാച്ചിയൊക്കെ ഉള്ളവർ എങ്ങനെ ഡീസൽ ഒഴിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ രീതിക്കാണ് ഒഴിക്കുന്നത്, അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. കട്ട സപ്പോർട്ട് ആവശ്യമാണ്, എന്നാലേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളത് മറക്കല്ല കേട്ടോ, എന്നെ മറന്നു കളയല്ലേ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടില്ലെന്ന് ഓർത്തുകൊണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡിൽ എടുക്കണ്ട. അങ്ങനെ ഡീസൽ പൈപ്പ് അവനെ എടുത്തേ. ഞാൻ ഇതെല്ലാം പറയുന്നിടയ്ക്ക് അതും പറയണമല്ലോ. ഡീസൽ പൈപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് വായും കൊണ്ട് എയർ ഇങ്ങനെ ഊതിത്തരാം. അപ്പം നമ്മുടെ പയ്യന്മാരിങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഊതിത്തരാം, അന്നേരം നിനക്ക് ഡീസൽ ഒഴിക്കാൻ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്ന് ഊതി നോക്കുവാണ്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എവിടെ നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, നീ തന്നെ പൈപ്പിൽ വലിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ ആയിക്കോട്ടെ എന്ന് വലിച്ച് പയ്യൻ കുറച്ച് ഡീസലൊക്കെ പുറത്ത് കളഞ്ഞു. പിന്നെ പാവല്ലേ, കുഞ്ഞി പയ്യനല്ലേ എന്നൊക്കെ ഓർത്ത്, നമ്മുടെ ചെറിയ വണ്ടിയുടെ ഓപ്പറേറ്ററാണ്. അപ്പോൾ അങ്ങനെ പാവല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ ചുമ്മാതിരുന്നു. അങ്ങനെ ഓരോ ഡീസൽ ക്യാനും നമ്മൾ ഫില്ല് ചെയ്ത് നിറച്ചു. 2 ക്യാൻ നിറച്ചു കഴിഞ്ഞ് 3ാമത്തെ ക്യാനും നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വേറൊരു സൈറ്റിലേക്ക് പോകണം. ആ സൈറ്റിൻ്റെ വീട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഹാർഡുള്ള സൈറ്റിലാകുമ്പോൾ ഡീസൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും വണ്ടി ഫുള്ള് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡീസൽ കുറച്ച് നിറഞ്ഞ് ക്യാനിൽ ബാക്കി വന്നതിന് അപ്പോൾ ഞാൻ തിരിച്ചെല്ലാം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ പൈപ്പ് പിടിക്ക്, ബാക്കി വന്ന ഡീസലെല്ലാം ഞാൻ ഒരു ക്യാനിലേക്ക് മാറ്റിയിട്ട് നിനക്ക് ഞാൻ എടുത്തു തരാം. ഇതൊക്കെ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എന്നാലും ഇരിക്കട്ടെ, ചേച്ചിയായ ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ചെയ്ത് തരണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ ഡീസലൊക്കെ വീണത് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അന്നേരത്തിന് ഞാൻ ക്യാനിലേക്കെല്ലാം ഒഴിച്ചിട്ട് ക്യാനെല്ലാം ഞാൻ താഴോട്ട് ഇറക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിലേ തന്നെ ഇറങ്ങത്തുള്ളൂ, നീ എന്നെ ഇതിലേ കയറ്റിയത്, ഞാൻ ഇതിലേ തന്നെ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇറക്കാനായിട്ട് കൊണ്ടുവന്ന വഴിക്ക് ഇത് കണ്ടില്ലേ, പകുതിക്ക് അവിടെ നിർത്തിയിട്ട് ബക്കറ്റ് പൊക്കുന്നു താത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഉത്സവത്തിന് ഇങ്ങനെ ജോയിൻറ്റ് വീൽസൊക്കെ വരുന്നതാണ്, നീ ഇതിൻ്റെ അകത്തൊന്നും ഞാൻ പോകാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നേ ഇവിടെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ ഇതിന് പോകാത്തതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ മക്കളുണ്ടല്ലോ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നാമത് അവരെ കഴിഞ്ഞ ദിവസം ഞാൻ ഉത്സവത്തിന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്നിലും കയറ്റാത്തത് കൊണ്ട് ഡിസ്കോയിലോ ഒന്നിലും കളിപ്പിക്കാത്തതുകൊണ്ട് വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്തായാലും അത് ചെയ്തില്ലല്ലോ, നമുക്ക് ഈ ബക്കറ്റിൻ്റെ അകത്തിട്ട് ഇവരെ ഒന്ന് കറക്കാമെന്ന് പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബാഡ് കമൻറ്റ് ഒന്നും ഇടാൻ പോകണ്ട കേട്ടോ, ഇത് വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡേഞ്ചറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, നമ്മുടെ പയ്യന്മാരുടെ തന്നെ ഇതിൻ്റെ കൺട്രോളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവന്മാരെ പൊക്കി ഇങ്ങനെ പിടിച്ചേക്കുവാണ് കണ്ടോ, പൊക്കിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു കറക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, താഴെ ഇട്ടേക്കല്ലേ, പിടിച്ചിരുന്നോളെന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പിയാണ്, ഇതൊക്കെ ഇങ്ങനെ അവർ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവൻ ബക്കറ്റ് വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഒത്തിരി കറക്കിയാൽ പിന്നെ നിനക്ക് പണിയാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അത് നേരാണ്, കുറച്ച് മുന്നോട്ടും പുറകിലോട്ടൊക്കെ ആക്കിയിട്ട് ഞാൻ എന്തായാലും ഇവരെ ഇവിടെ താഴെ ഇറക്കിയേക്കാൻ ചേച്ചിയെന്ന് പറഞ്ഞു. അത് മതി, കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിനക്ക് നെക്സ്റ്റ് ഡേ ഇവർ പണി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, മതി മക്കളെ, മതി, താഴെ ഇറങ്ങിക്കോ, വേറെ പരിപാടിയുണ്ട് അവന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, വണ്ടിക്ക് ഗ്രീസ് അടിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ ഓക്കെ ഫൈൻ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഇറങ്ങുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.